നമസ്കാരം ഗൈസ്. ഞാൻ ഡെൻ്റൽ കോളേജ് സ്റ്റുഡൻ്റായിരുന്ന നിതിൻ രാജിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം വെച്ചിട്ട് ഒരു അധ്യാപകൻ കുട്ടികളെ വിലയിരുത്തേണ്ടത് അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ അവരുടെ സ്കിന്നിൻ്റെ കളർ കൊണ്ടോ അവരുടെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ടുമല്ല. കുട്ടികളാണ്, അവരെ മോൾഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അധ്യാപകരെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. ഞാനും കുറച്ച് കാലം അധ്യാപകനായിരുന്നു. ഞാൻ പഠിച്ചിറങ്ങിയതിന് ശേഷം കുറച്ച് കാലം 10ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. എല്ലാ കുട്ടികളും 1ാം റാങ്കിലേക്ക് വരത്തില്ല. കാരണം അവരുടെ IQ പവർ ഡിഫറൻ്റാണ്. ചിലർ നന്നായിട്ട് പഠിക്കും, ചിലർക്ക് ആർട്സിലായിരിക്കും, ചിലർക്ക് സ്പോർട്സിലായിരിക്കും ഇൻട്രസ്റ്റ് കൂടുതൽ. അപ്പോൾ അവർ പഠിത്തത്തിൽ കുറവായിരിക്കും. ചില കുട്ടികൾ കൂടുതൽ പഠിക്കും. പക്ഷെ ഒരു കുട്ടിയെപ്പോലും ഒരു അധ്യാപകൻ അവരെ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ സാധിക്കത്തില്ല. ഒരു നല്ലൊരു അധ്യാപകനാണെങ്കിൽ അവരവരുടെ മക്കളെപ്പോലെ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. തല്ലിയാൽ പോലും സ്വന്തം മക്കളെ തല്ലുന്ന പോലെ അവരെ തല്ലാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഈ നിതിൻ രാജിൻ്റെ കേസ് കേട്ട് ഇപ്പോൾ ജാതി അധിക്ഷേപമായിട്ട് സംസാരിക്കുന്നുണ്ട്. അവിടെ ബോഡി ഷെയ്മിങ് നടന്നതായിട്ട് പല കുട്ടികളും സംസാരിക്കുന്നുണ്ട്. ഒരു അധ്യാപകനെ സംബന്ധിച്ചുള്ള ഒരിക്കൽ പോലും ഒരു കുട്ടിയെ വർഗീയമായിട്ടോ അല്ലെങ്കിൽ ബോഡി ഷെയ്മിങ്ങിലോ ഒന്നും കാണാൻ സാധിക്കത്തില്ല. ഒരു അധ്യാപകൻ, ഒരു അധ്യാപകനാണെങ്കിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സർക്കാർ കൃത്യമായിട്ടും ആ അധ്യാപനെതിരെ കൃത്യമായ രീതിയിലുള്ള നടപടികളെടുക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മുടെ കുടുംബം, നമ്മുടെ ഫാമിലി ലൈഫ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപനം അവരുടെ കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം പിള്ളേരുടെ സെക്കൻഡ് ഹോം എന്ന് പറയുന്ന സ്കൂളാണ്. ഞാനൊരു പേരൻ്റാണ്. എൻ്റെ കുട്ടിയെ ഞാൻ സ്കൂളിൽ വിടുമ്പോൾ അവൻ നമ്പർ 1 ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കത്തില്ല. പക്ഷേ അവൻ എല്ലാത്തിലും ഒരു ആവറേജ് സ്റ്റുഡൻ്റായിട്ട്, അത്യാവശ്യം കൊള്ളാവുന്ന നല്ലൊരു പൗരനായിട്ട്, നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള നല്ലൊരു വ്യക്തിയായിട്ട്, സമൂഹത്തിന് കൊള്ളാവുന്ന ഒരു വ്യക്തിയായിട്ട് ഇറങ്ങണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതുപോലുള്ള നീചന്മാരായ അധ്യാപകർ കാരണം കുട്ടികളുടെ മനസ്സിടിയും, അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അത് ശരിക്കും ബാധിക്കും. അവർ വളർന്നിറങ്ങി അവർ സമൂഹത്തിന് കൊള്ളരുതാത്ത ഒരു വ്യക്തിയായിട്ട് തീരും. അപ്പോൾ അങ്ങനെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം എന്തിനാണ് നമ്മുടെ നാടിന്? അങ്ങനത്തെ ഒരു അധ്യാപകൻ എന്തിനാണ് നമ്മുടെ നാടിന്? അങ്ങനെ ഏതെങ്കിലും അധ്യാപകർ റിയലി ഇത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ബോഡി ഷെയ്മിങ് ചെയ്തെന്ന് കുട്ടികൾ പല പ്രാവശ്യം പറയുന്നുണ്ട്, ആ അധ്യാപകനെതിരെ കൃത്യമായ രീതിയിലുള്ള നിയമ നടപടികളെടുത്ത് അയാളെ സർവീസിൽ നിന്ന് പുറത്താക്കുക. എന്നിട്ട് ആദ്യം തന്നെ അധ്യാപകർക്ക് കേരളത്തിൽ ഇതുപോലുള്ള കോഴ്സുകൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇപ്പോൾ കത്തോലിക്ക സഭയ്ക്ക് കല്യാണത്തിന് മുമ്പ് ഒരു കോഴ്സ് കൊടുക്കുന്നുണ്ട്, എങ്ങനെയാണ് വിവാഹ ജീവിതം, എന്തൊക്കെ ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച്. ഇതുപോലെ തന്നെ അധ്യാപകർക്ക് B.Ed ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായൊരു സ്ട്രിക്റ്റായിട്ടുള്ള വാണിങ്ങോട് കൂടി സ്ട്രിക്റ്റായിട്ടുള്ളൊരു കോഴ്സ് നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഒരു കുട്ടി പോലും ബോഡി ഷെയ്മിങ് കൊണ്ടോ ജാതീയ അധിക്ഷേപം കൊണ്ടോ അവരുടെ ഫ്യൂച്ചർ നശിക്കാൻ പാടില്ല, അവരുടെ ജീവിതം നശിക്കാൻ പാടില്ല. മാറി മാറി വരുന്ന സർക്കാർ ഒരിക്കൽ പോലും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ഇതിനെതിരെ സ്ട്രിക്റ്റായിട്ടൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. എല്ലാ ആൾക്കാരും ഒരേ രീതിയിലുള്ള കളറും, കേരളത്തിൽ നമ്മുടെ ഈ സൗത്ത് ഇന്ത്യനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ സ്കിൻ ടോൺ ഡിഫറൻ്റാണ്. കറുത്തവരുണ്ട്, വെളുത്തവരുണ്ട്. ജാതിപരമായിട്ട് നോക്കിയാൽ കൂടിയ ജാതിയുള്ളവരും താഴ്ന്ന ജാതിയുള്ളവരുണ്ട്. സാമ്പത്തികമായിട്ട് നോക്കിയാൽ കൂടിയ ജാതിയിലും താഴ്ന്ന ജാതിയിലും ഈക്വലായിട്ട് വിവിധ രീതിയിലുള്ള ആളുകളുണ്ട്, ജോലി സംബന്ധമായിട്ട് സാമ്പത്തികമായിട്ട്. എങ്കിൽ പോലും ഒരു രീതിയിലും ബോഡി ഷേമിങ് അവരെ ഇൻറ്റേർണലി ഹർട്ട് ചെയ്യുന്ന ഒരു കാര്യം പോലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടാകാൻ പാടില്ല. എൻ്റെ ഒരു അഭിപ്രായം ഇതാണ്. കൃത്യമായ രീതിയിലുള്ള നടപടിയെടുത്ത് ഈ അധ്യാപകനെ പുറത്താക്കുക, അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അങ്ങനെയല്ല ഒരു വ്യക്തിയെ മോൾഡ് ചെയ്യേണ്ടത്. ഒരു കുട്ടി പഠിച്ച് അവനൊരു നല്ല വ്യക്തിയായി മാറുമ്പോൾ സമൂഹത്തിന് കൊള്ളാവുന്നവനാകുന്നത്. അവൻ അവിടെ നശിപ്പിച്ച് വികൃതമായ രീതിയിൽ കൊള്ളരുതാത്തവനായി സമൂഹത്തിലേക്ക് ഇറക്കി വിട്ടിട്ട് എന്താണ്, ഒരു ഡോക്ടറാണ് അവൻ, എങ്ങനെ ഒരു പേഷ്യൻറ്റിനെ കൺസൾട്ട് ചെയ്യും? നല്ല രീതിയിൽ എങ്ങനെ അവൻ നോക്കും? കാരണം അവൻ്റെ ഉള്ളിൽ ഈ മുറിവായിരിക്കും അവന് എന്നും. അതുകൊണ്ട് ജാതി അധിക്ഷേപമായിക്കോട്ടെ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ തള്ളിപ്പറയുന്ന രീതി ആയിക്കോട്ടെ, ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മൾ മാറ്റി എഴുതേണ്ടത് ഒരു സമയമാണിത്. അതിനുവേണ്ടി ഗവൺമെൻറ് തന്നെ മുൻകൈ എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.